കൂട്ടുകാരെ, ഹിന്ദിയുടെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പക്ഷി ഓർ ധീമക് എന്ന് പറയുന്ന ഒരു കഥ പഠിക്കാം. പക്ഷി ഓർ ധീമക് എഴുതിയിരിക്കുന്നത് മുക്തിബോധ് എന്ന രചയിതാവാണ്. പക്ഷി ഓർ ധീമക് കഹാനി വിഭാഗത്തിൽപ്പെട്ട രചനയാണ്. പക്ഷി ഓർ ധീമക്, പക്ഷിയും ചിതലും. ധീമക് എന്ന വാക്കിൻ്റെ അർത്ഥം ചിതൽ എന്നാണ്. പക്ഷി ഓർ ധീമക്, പക്ഷികളും ചിതലുകളും. കുട്ടികളെ, നിങ്ങൾ ചിതലുകളെല്ലാം കണ്ടിട്ടുണ്ടാവില്ലേ? നമ്മളെ പാഴ്ത്തടികളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ചിതലുകളെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇവിടെ ഒരു പക്ഷിയുടെയും ധീമക്, ചിതലുകളുടെയും കഥയാണ് ഇവിടെ പറയുന്നത്. നോക്കൂ, നമ്മുടെ സ്വാഭാവികമായ ആഹാരമല്ലാതെ മറ്റ് ആഹാരങ്ങൾക്ക് പിന്നാലെ പോകുന്നത് നമുക്കെന്താണ്? ആപത്താണ് അല്ലേ? നമുക്ക് സ്വാഭാവികമായ എല്ലാവർക്കും ഓരോ ആഹാരമുണ്ട്. അതല്ലാതെ നമ്മളെന്ത് ചെയ്യുന്നു? മറ്റു ഭക്ഷണങ്ങളിലേക്ക് തിരിയുന്നു. ഇപ്പം നമ്മൾ സാധാരണ വീട്ടിൽ കഴിക്കുന്ന ഭക്ഷണങ്ങൾക്ക് പകരം ഫാസ്റ്റ് ഫുഡ് പോലെയുള്ള ഭക്ഷണങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എന്ത് ചെയ്യുന്നു? വളരെ പെട്ടെന്ന് രോഗങ്ങളിലേക്ക് അടിപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ നമ്മുടെ പക്ഷി എന്ത് ചെയ്യുന്നു? അവൻ്റെ സ്വാഭാവികമായ ആഹാരം വിട്ട് മറ്റുള്ള ആഹാരങ്ങളിലേക്ക് കടന്നു പോകുന്നു. ഇവിടെ മടിയനായ ഒരു പക്ഷിയുടെ കഥയാണ് പറയുന്നത്. എക് ആലസി പക്ഷി, ഒരു മടിയനായ പക്ഷി. നോക്കാം, നമുക്ക് കഥയിലേക്കൊന്ന് കടന്നു ചെല്ലാം. പാരഗ്രാഫ് 1. एक था पक्षी, वो नीले आसमान में खूब ऊंचाई पर उड़ता जा रहा था. उसके साथ उसके पिता और मित्र भी थे. एक था പക്ഷി. ആരാണ്? एक പക്ഷി था, ഒരു പക്ഷി ഉണ്ടായിരുന്നു. वो क्या कर रहा है? അവൻ എന്താണ് ചെയ്യുന്നത് കൂട്ടുകാരെ? वो नीले आसमान में खूब ऊंचाई पर उड़ता जा रहा है. क्या अर्थ है നീല ആസ്മാൻ? നീല ആകാശം. ഇവിടെ എന്തിനെയാണ് വിശേഷിപ്പിക്കുന്നത്? ആസ്മാൻ അല്ലേ? അപ്പോൾ ഇവിടുത്തെ വിശേഷണ ശബ്ദം എന്തായിരിക്കും? നീല എന്നതായിരിക്കും അല്ലേ? നീല ആസ്മാനിലെ വിശേഷണം നീല. അപ്പോൾ പക്ഷി നീല ആസ്മാൻ മേ, എവിടെ? നീല ആകാശത്തിൽ. ഖൂബ് ഊഞ്ചായി. എന്താണ് ഊഞ്ചായി എന്ന് പറഞ്ഞാൽ? ഊഞ്ചായി ഉയരങ്ങൾ. ഊഞ്ചായി കർത്ത് ഹേ ഉയരങ്ങൾ. അപ്പോൾ ഖൂബ് ഊഞ്ചായി എന്ന് പറഞ്ഞാലോ ധാരാളം ഉയരങ്ങളിൽ. ഖൂബ് ഊഞ്ചായി ധാരാളം ഉയരങ്ങളിൽ. ഉടുത്താ ജാ രഹാ ഹേ. എന്താണ് ഉടുത്ത? ഉഡ്ന പറക്കുക. ഉടുത്ത പറന്നു. ഖൂബ് ഊഞ്ചായി പർ ഉടുത്താ ജാ രഹാ എന്ന് പറഞ്ഞാലോ ധാരാളം ഉയരങ്ങളിലേക്ക് പക്ഷി എന്ത് ചെയ്തിരുന്നു? പറന്നിരുന്നു. കിസ്കെ സാത്ത്, ആരോടൊപ്പമാണ് കൂട്ടുകാരെ? ഹാ, ഉസ്കെ സാത്ത് ഉസ്കെ പിതാ ഓർ മിത്ര ഭീ ഥേ. ആരോടൊപ്പമാണ് അവൻ പറന്നത്? ഉസ്കെ പിതാ ഓർ മിത്ര കെ സാത്ത്, അവൻ്റെ പിതാവിൻ്റെയും കൂട്ടുകാരുടെയും ഒപ്പം. പക്ഷി ആരോടൊപ്പമാണ് കൂട്ടുകാരെ പറന്നത്? പിതാ ഓർ മിത്ര കെ സാത്ത്, പിതാവിൻ്റെയും കൂട്ടുകാരോടൊപ്പമാണ്. കഹാ ഉഡ, എവിടെയാണ് ഉയർന്നത് പറന്നത്? ഹാ, നീലേ ആസ്മാൻ മേ, നീല ആകാശത്തിൽ. ഫിർ ക്യാ ഹുവ, പിന്നീട് എന്താണ് സംഭവിച്ചത്? ദേഖേ, നോക്കാം. സബ് ബഹത് ഊഞ്ചായി പർ ഉഡ്നെ വാലെ പക്ഷി थे. സബ്, എല്ലാവരും. സബ് ബഹത് ഊഞ്ചായി പർ, എല്ലാവരും. ബഹത് ഊഞ്ചായി പർ, വളരെ ഉയരങ്ങളിൽ. ഉഡ്നെ വാലെ പക്ഷി थे, പറക്കുന്ന പക്ഷികളായിരുന്നു. എല്ലാ പക്ഷികളും ബഹത് ഊഞ്ചായി പർ, വളരെ ഉയരങ്ങളിൽ. ഉഡ്നെ വാലെ, പറക്കുന്ന പക്ഷികളായിരുന്നു. ഉൻകി നിഗാഹേം, ഉൻകി നിഗാഹേം, അവയുടെ, ആരുടെ? പക്ഷിയോക്കെ, പക്ഷികളുടെ. നിഗാഹേം, എന്താ നിഗാഹ് എന്ന വാക്ക്? നിഗാഹ് ദൃഷ്ടി, നോട്ടം, കാഴ്ച. ഉൻകി നിഗാഹേം, അവരുടെ ദൃഷ്ടി അല്ലെങ്കിൽ അവരുടെ കാഴ്ചകൾ. ബഡീ തേസ് ദി, വളരെ തേസ്. എന്താ തേസ് എന്ന് പറഞ്ഞാൽ? തേസ്, വേഗതയുള്ള. തേസ് എന്ന അർത്ഥം എന്താണ്? വേഗതയുള്ള. ഉൻകി നിഗാഹേം, അവരുടെ നോട്ടം അല്ലെങ്കിൽ കാഴ്ച എങ്ങനെയുള്ളതായിരുന്നു? ബഡീ തേസ് ദി, വളരെ വേഗതയുള്ളതായിരുന്നു. ഉനെ ദൂർ ദൂർ തക് ഹി ബനക്ക്, ഈ പക്ഷികൾക്ക് ദൂർ ദൂർ തക്, ദൂരെ ദൂരെയുള്ള. ഭനക്ക്, ക്യാ അർത്ഥ ഹെ ബനക്ക്? ബനക്ക് നേർത്ത ശബ്ദം. എന്താണ് ബനക്ക് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം? നേർത്ത ശബ്ദം. ദൂർ ദൂർ തക് ഹി ബനക്ക്, ദൂരെ ദൂരെയുള്ള നേർത്ത ശബ്ദങ്ങളും.
और दूर दूर तक की महक, ദൂരെ ദൂരെയുള്ള മെഹക്ക്. क्या अर्थ है महक? महक സുഗന്ധ, സുഗന്ധം. മെഹക്ക് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? സുഗന്ധം. तो दूर दूर तक की महक, ദൂരെ ദൂരെ നിന്നുള്ള മെഹക്ക് സുഗന്ധവും മിൽ ജാത്തി थी ലഭിക്കുമായിരുന്നു. ആർക്ക് ലഭിക്കുമായിരുന്നു? നമ്മുടെ പക്ഷികൾക്ക് ലഭിക്കുമായിരുന്നു. तो പക്ഷിयों की विशेषता क्या है? എന്താണ് പക്ഷികളുടെ പ്രത്യേകതകൾ? ഒന്നെന്താണ്? ഊഞ്ചായി पर उड़ सकता है, ഉയരങ്ങളിൽ പറക്കാൻ കഴിയും. ദോ രണ്ടെന്താണ്? ഉൻകി നിഗാഹെ തേസ് ദി, അവരുടെ കാഴ്ചകൾ വളരെ തേസ് വേഗതയുള്ളതായിരുന്നു. മൂന്നെന്താണ്? ദൂർ ദൂർ തക് കി ബനക്ക് ഓർ മെഹക് മിൽ ജാത്തി ദി, ദൂരെ ദൂരെയുള്ള നേർത്ത ശബ്ദവും മെഹക്ക് സുഗന്ധവും അവർക്ക് പിടിച്ചെടുക്കാൻ കഴിയുമായിരുന്നു. യെ തീനോ പക്ഷിയോं की വിശേഷത है. ഇത് മൂന്നും എന്താണ്? പക്ഷികളുടെ പ്രത്യേകതകളാണ്. പിന്നീട് എന്ത് സംഭവിച്ചു? അടുത്ത പാരഗ്രാഫിലേക്ക് നോക്കാം. एक दिन वह नौजवान पक्षी ज़मीन पर चलती हुई एक बैलगाड़ी को देख लेता है. एक दिन क्या अर्थ है? एक दिन, एक दिन ഒരു ദിവസം. वो नौजवान പക്ഷി, ആരാണ് നൗജവാൻ? യുവാവായിട്ടുള്ള അല്ലേ? നൗജവാൻ പക്ഷി, യുവാവായ പക്ഷി. ഇവിടെയും ഒരു വിശേഷണമുണ്ടല്ലോ. എന്താണത്? നൗജവാൻ. ആരെയാണ് വിശേഷിപ്പിച്ചത്? പക്ഷിയെ. അപ്പോൾ നൗജവാൻ പക്ഷി എന്നതിലെ വിശേഷണം ഏതാണ്? നൗജവാൻ. അപ്പോൾ देखो ये एक दिन, ഒരു ദിവസം, നൗജവാൻ പക്ഷി, ആ യുവാവായ പക്ഷി എന്ത് ചെയ്തു? ജമീൻ पर चलती हुई, ജമീൻ, ജമീൻ क्या है? ജമീൻ നിലത്തുകൂടി, ജമീൻ നിലത്തുകൂടി, ചൽത്തി ഹുയി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഏക് ബൈൽഗാഡി കോ ദേഖ് ലേത്താ ഹെ. എന്ത് കാണുന്നു? ഏക് ബൈൽഗാഡി. എന്താണ് ബൈൽഗാഡി? ബൈൽ എന്താണ് കൂട്ടുകാരെ? ബൈൽ കാളകളാണ് കേട്ടോ. ബൈൽ കാളകൾ. तो ബൈൽഗാഡി എന്ന് പറഞ്ഞാലോ കാളവണ്ടി. तो ബൈൽഗാഡി കോ ദേഖ് ലേത്താ ഹെ എന്ന് പറഞ്ഞാൽ കാളവണ്ടി കണ്ടു. ഉസ്മേ ബഡേ ബഡേ ബോരെ ഭരെ ഹുയേ ദേ. ഇനിയോ ഉസ്മേ ആ കാളവണ്ടിയിൽ ബഡേ ബഡേ വലിയ വലിയ ഭോരെ ഭരെ ഹുയേ ദേ. എന്താണ് കൂട്ടുകാരെ ഭോര? ഭോര ചാക്കുകൾ, ഭോര ചാക്കുകൾ. ഭരെ ഹുയേത് എന്ന് പറഞ്ഞാലോ നിറച്ചിരുന്നു. ഭരെ ഹുയേതേ നിറച്ചിരുന്നു. तो आगे देखो उसमें बड़े बड़े भोरे भरे हुए दे എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം? അതിൽ ഒരുപാട് ചാക്കുകൾ നിറച്ചു വെച്ചിരുന്നു. तो बोरे कहाँ भरे हुए दे, എവിടെയാണ് ഈ ചാക്കുകൾ നിറച്ചു വെച്ചിരിക്കുന്നത്? ഹാ ബൈൽഗാഡിമേ. എവിടെയാണ്? കാളവണ്ടിയിലാണ് അല്ലേ? ഗാഡി വാല ചില്ലാ ചില്ലാക്കർ കഹത്താ ഹെ. നമ്മളെ കാളവണ്ടിക്കാരൻ എന്ത് ചെയ്യുന്നു? ചില്ലാ ചില്ലാക്കർ കഹത്താ ഹെ. ഒച്ചത്തിൽ ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചില്ലാ ചില്ലാക്കർ കഹത്ത, ഉറക്കെ ഉച്ചത്തിൽ, കഹത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താ പറയുന്നത്? ദോ ധീമക്കേ ലേലോ ഏക് പങ്ക് ദോ. ഗാഡിവാല ക്യാ കഹത്താ ഹെ? എന്താണ് പറയുന്നത്? ദോ ധീമക്കേ ലേലോ. ദോ ധീമക്കേ. എന്താണ് ധീമക്ക് എന്ന് പറഞ്ഞുള്ള അർത്ഥം പറഞ്ഞത്? ഓർമ്മയുണ്ടോ? ക്യാ ഹെ? ധീമക്ക് ചിതലുകൾ. ദോ ധീമക്കേ ലേലോ, രണ്ട് ചിതലുകൾ വാങ്ങിച്ചു കൊള്ളുക. ഏക് പങ്ക് ദോ, പകരമോ ഏക് പങ്ക്, ഒരു ചിറക് നൽകിയാൽ മതി. तो गाड़ीवाला क्या व्यापार करता है? എന്ത് വ്യാപാരമാണ് വണ്ടിക്കാരൻ ചെയ്യുന്നത്? दो दीमकों के बदले एक पंख खरीदता है. രണ്ട് ചിതലകൾക്ക് പകരം എന്ത് ചെയ്യുന്നു? ഏക് പങ്ക്, ഒരു ചിറക് വാങ്ങിക്കുകയാണ് അല്ലേ? അപ്പോൾ ഒരു പങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഗാഡിവാല എന്ത് നൽകും? ദോ ദീമക്കേ ദേങ്കെ, രണ്ട് ദീമക്കുകൾ, ചിതലുകൾ നൽകാൻ തയ്യാറാണ്. ക്യാ ഹുവ? എന്താണ് ഇനി സംഭവിച്ചത്? നോക്കാം അല്ലേ? ഉസ് നൗജവാൻ പക്ഷി കോ ദീമക്കോं का बड़ा शौक था. ഉസ് നൗജവാൻ പക്ഷി കോ, ആ നൗജവാൻ, നൗജവാൻ എന്ന് പറഞ്ഞ യുവാവ് അല്ലേ? ഉസ് നൗജവാൻ പക്ഷി കോ, ആ യുവാവായ പക്ഷിക്ക് ദീമക്കോं का बड़ा शौक था. ദീമക്കോं का, എന്താ ദീമക്കോं का എന്ന് പറഞ്ഞാൽ ചിതലുകളുടെ ബടാ ഷൗക്ക്. എന്താ ഷൗക്ക് എന്ന വാക്ക്? ഷൗക്ക് താല്പര്യം. ഷൗക്ക് എന്നതാണ് താല്പര്യം, ആഗ്രഹം അല്ലേ? കഴിക്കാനുള്ള വലിയ ആഗ്രഹത്താണ് ഷൗക്ക് എന്ന് പറയുന്നത്. तो ദീമക്കോं का ഷൗക്ക്, ചിതലുകൾ വളരെ എന്തായിരുന്നു? ഇഷ്ടമായിരുന്നു അല്ലേ?
കിസ്കോ ദീമക്കേം ബടാ ഷൗക്ക് ഹെ, ആർക്കാണ് ഈ ദീമക്കുകൾ ഇത്ര ഇഷ്ടമായിട്ടുള്ളത്? ഉസ് നൗജവാൻ പക്ഷിക്കോ, യുവാവായ പക്ഷിക്ക്. വൈസേ തോ ऊंचे उड़ने वाले पंछियों को हवा में ही बहुत से कीड़े तैरते हुए मिल जाते हैं. वैसे तो എന്നിരുന്നാൽ എന്തെന്നാൽ ഊഞ്ചെ ഉടനെ വാലെ പഞ്ചിയോക്കോ, പക്ഷികൾ എങ്ങനെയാണ് പറക്കുക? ഊഞ്ചെ ഉടുത്തേ ഹേ, ഉയരങ്ങളിൽ പറക്കുന്നവരാണല്ലേ. ഊഞ്ചെ ഉടനെ വാലെ പഞ്ചിയോക്കോ, എന്താ പഞ്ചി എന്ന് പറഞ്ഞാൽ? പഞ്ചി പക്ഷി, ചിടിയ പക്ഷികൾ തന്നെ. ഊഞ്ചെ ഉടനെ വാലെ പഞ്ചിയോക്കോ, ഉയരങ്ങളിൽ പറക്കുന്ന പക്ഷികൾക്ക് ഹവാമേ, ഹവാമേ കാറ്റിൽ, ഹവാമേ കർത്ത് ക്യാ ഹെ, കാറ്റിൽ, ഈ ഹവാമേ കാറ്റുകളിൽ തന്നെ എന്ത് ചെയ്യുന്നു? ബഹത് സേ കീടേ മിൽ ജാത്തി ഹേ, ഒരുപാട് കീടങ്ങളെ തൈർത്തേ ഹുയെ, എന്ത് ചെയ്യുന്നത്? ആ തൈർന നീന്തി തുടിക്കുക, തൈർന നീന്തി തുടിച്ച് എന്ത് ചെയ്യുന്നു? മിൽ ജാത്ത ഹെ, ഈ കാറ്റിൽ ഒരുപാട് പ്രാണികൾ ഇങ്ങനെ നീന്തി തുടിക്കുന്നുണ്ടാവും. അപ്പോൾ ഉയരങ്ങളിൽ പറക്കുന്ന പക്ഷികൾക്ക് അവിടെ നിന്ന് തന്നെ എന്ത് ചെയ്യും? ഇത്തരം കീടങ്ങളെ മിൽ ജാത്തേ ഹേ, മിൽ ജാന ലഭിക്കുക, മിൽ ജാന ലഭിക്കുക. ജിനെ ഗാക്കർ, അവ കഴിച്ച്, ജിനെ ഗാക്കർ അവയെ കഴിച്ചിട്ടോ, വേ അപ്പനി ഭൂക്ക്, അവർ അപ്പനി ഭൂക്ക് തങ്ങളുടെ വിശപ്പ്, ഭൂക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? വിശപ്പ്. അപ്പനി ഭൂക്ക് തങ്ങളുടെ വിശപ്പ് എന്ത് ചെയ്യുന്നു? തോടി ബഹത്ത് ശാന്ത് കർത്തേ ഹേ, അല്പമൊക്കെ എന്ത് ചെയ്യും? ശാന്ത് കർണ, എന്താ ശാന്ത് കർണ? ആ ക്ഷമിപ്പിക്കുക. തോടി ബാത്ത് ശാന്ത് കർണ, ഒരല്പം വിശപ്പൊക്കെ എന്ത് ചെയ്യാം? അവർക്ക് അടക്കി നിർത്താൻ കഴിയും. എങ്ങനെ? ഊഞ്ചേസെ, ഉയരങ്ങളിൽ നിന്ന് ലഭിക്കുന്ന കീടോം ഗാക്കർ, കീടങ്ങൾ കഴിച്ചുകൊണ്ട്. ആകെ ദേക്കോ, ലേക്കിൻ ദീമക്കേ സിറഫ് ജമീൻ പർ മിൽത്തി തി, എന്നാൽ ദീമക്കേം ചിതലുകളെ സിറഫ് ജമീൻ പർ, കേവലം ജമീൻ പർ, ജമീൻ എന്താണ്? നിലത്ത് നിന്നാണ് മിൽത്തീതി ലഭിക്കുക. കീടോങ്കോ അക ഹവാസെ മിൽത്തീതി, കീടങ്ങൾ കാറ്റിലൂടെ ലഭിക്കും അല്ലേ. ലേക്കിൻ ദീമക്കയും ചിതലുകളെയോ സിറഫ് ജമീൻ പർ മിൽത്തീതി, കേവലം എവിടെ നിന്നാണ് ലഭിക്കുക? ജമീൻ പർ, നിലത്ത് നിന്നാണ്. ജമീൻ സെ, നിലത്ത് നിന്നാണ് എന്ത് ചെയ്യുക? കീടോങ്കോ മിൽത്തീതി, ഇത്തരം ദീമക്കുകളെ ലഭിക്കുന്നത്. കബി കബി പേടോം പർ, ചിലപ്പോഴൊക്കെ എവിടുന്ന്? പേടോം പർ, മരങ്ങളിൽ, പേടോം പർ മരങ്ങളിൽ. ജമീൻ സെ തനേ പർ ചർക്കർ, ജമീൻ സെ നിലത്ത് നിന്നും, തനേ പർ തടികളിലൂടെ, തന എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? തടി. ജമീൻ സെ ആ നിലത്ത് നിന്ന് എന്ത് ചെയ്യുന്നു? തനേ പർ ചർക്കർ എന്ത് ചെയ്യുന്നു? ആ തടിയിലൂടെ ഇങ്ങനെ മുകളിലേക്ക് കയറി, ഊഞ്ചി ഡാൽ തക്, ഉയരങ്ങളിലുള്ള, ഊഞ്ചി ഉയരങ്ങളിലുള്ള, ഡാൽ ചില്ലകളിൽ വരെ, വേ അപ്ന മടിയാല, ഈ ദീമക്കുകൾ എന്ത് ചെയ്യുന്നു? അപ്നി മടിയാല, മണ്ണ് കൊണ്ടുള്ള തങ്ങളുടെ കൂട്, മടിയാല എന്നെന്താണ്? മടിയാല മണ്ണ് കൊണ്ടുള്ള കൂട്. അപ്നി മടിയാല മൺതടികൾ, മണ്ണ് കൊണ്ടുള്ള കൂട്. ലംബാ ഗർ, എങ്ങനെ? നീളമുള്ള, ലംബ നീളമുള്ള ഗർ ബനാത്തി ഹെ, ഉണ്ടാക്കുന്നു. തോ ദീമക്ക് എങ്ങനെയാണ് കൂടുകൾ ഉണ്ടാക്കുന്നത്? ഹാ ജമീൻ സെ ചടുക്കർ, നിലത്ത് നിന്ന്, തനേസ് പർ, എങ്ങനെ എന്ത് ചെയ്യുന്നു? തന മരങ്ങളുടെ തടികളിലൂടെ മുകളിലേക്ക് പോയിട്ട്, ഊഞ്ചി ഡാൾ തക്, ഉയർന്ന ചില്ലകൾ വരെ എന്ത് ചെയ്യുന്നു? അപ്പനി മടിയാല തങ്ങളുടെ മണ്ണ് കൊണ്ടുള്ള, ലംബാ ഗർഭനാത്തി ഹേ, നീളമുള്ള വീടുകളുണ്ടാക്കുന്നു. तो മടിയാല എന്ന വാക്കിൻ്റെ അർത്ഥമാണ് മണ്ണ് കൊണ്ടുള്ള കൂട് കേട്ടോ. അപ്പോൾ ലംബാകാർ നീളമുള്ള വീടുകൾ എന്ത് ചെയ്യുന്നു? ബനാലെ തീഹെ ഉണ്ടാക്കുന്നു. ആരുണ്ടാക്കുന്നു? യേ ദീമക്കയും ബനാത്തീഹെ, ഈ ദീമക്കുകൾ ഉണ്ടാക്കുന്നു. ലേഖിൻ എന്നാലോ ऐसे कुछ ही पेड़ होता है, എല്ലാ മരങ്ങളിലും ഇങ്ങനെയുള്ള കൂടുകൾ കാണാൻ കഴിയുമോ? നമ്മുടെ വീടിന് ചുറ്റും എല്ലാ മരങ്ങളിലും ഇങ്ങനെ ചിതലുകൾ കൂടിയിട്ടുണ്ടോ? ഇല്ല. കുച്ച് ഹി പേട്, കുറച്ച് മരങ്ങളെ ഉണ്ടാകുകയുള്ളൂ. കുച്ച് ഹി പേട് ഒത്തേ ഹെ, കുറച്ച് മരങ്ങളെ ഉണ്ടാകുകയുള്ളൂ. ഓർ കൂടാതെയോ വേ സബ് ഏക് ജഗ് നഹ മിൽത്ത, ഇനിയോ അവയെല്ലാം ഏക് ജഗ് ഒരു സ്ഥലത്ത് നിന്നും ന മിൽത്ത ലഭിക്കാറുമില്ല. വ സബ് ഏക് ജഗ് ഒരു സ്ഥലത്ത് നിന്നും ന മിൽത്ത എന്ത് ചെയ്യാറില്ല? ലഭിക്കാറുമില്ല. ഭാഗത്തിലേക്ക് നോക്കല്ലേ. നൗജവാൻ പക്ഷിക്കോ ലഗ, നമ്മുടെ നൗജവാനായിട്ടുള്ള യുവാവായ പക്ഷിക്ക് ലഗ തോന്നി. നൗജവാൻ പക്ഷിക്കോ ലഗ, യുവാവായ പക്ഷിക്ക് എന്താ തോന്നിയത്? യത് ബഹത് ബഡി സുവിധ ഹെ, ഇത് നല്ല ഒരു സുവിധ, സൗകര്യമാണല്ലോ. എന്താ സുവിധ എന്ന വാക്കിൻ്റെ അർത്ഥം? സൗകര്യം അല്ലേ? യത് ബഹത് ബഡി സുവിധ ഹെ, ഇത് നല്ല ഒരു സുവിധ, ഒരു സൗകര്യമാണല്ലോ. എന്താണ് ആ സൗകര്യം?
एक पंख देने पर दो दीमक मिलता है. ഒരു ചിറക് കൊടുത്താൽ എന്താ, രണ്ട് ദീമക്കുകളെ കിട്ടുമല്ലോ. ये तो बहुत अच्छी सुविधा है. വളരെ നല്ല സൗകര്യമാണല്ലേ. कि എന്തെന്നാൽ एक आदमी दीमकों को बोरे में भरकर, ഒരു ആദമി ഒരു മനുഷ്യൻ എന്ത് ചെയ്യുന്നു, ദീമക്കൊങ്കോ ചിതലകളെ ബോറോം പർ ബർക്കർ, എന്താ ബോറ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം, ബോറ ചാക്കുകളിൽ, ബർക്കർ നിറച്ചുകൊണ്ട് ബേച്ച് റഹായ് വിൽക്കുകയാണ്. അപ്പം നമ്മൾ ദീമക്കൊന്നും പോയിട്ട് അന്വേഷിക്കേണ്ട ആവശ്യമില്ല അല്ലേ. ഈ ആദമി ക്യാ കർത്താ ഹെ, ഒരാൾ എന്താ ചെയ്യുന്നത്, അപ്പനെ ബോറോം പർ തങ്ങളുടെ ചാക്കുകളിൽ എന്ത് ചെയ്യുന്നു, ദീമക്കവും ബർക്കർ ചിതലകളെ നിറച്ചിട്ട് ബേച്ച്താ ഹെ വിൽക്കുകയാണ്. वो आदमी वो अपनी ऊंचाइयाം छोड़कर, वो अपनी അവനെന്ത് ചെയ്തു, अपनी ऊंचाइयाം അവൻ തൻ്റെ ഊഞ്ചായി, എന്താ ഊഞ്ചായി, ഉയരങ്ങൾ, ചോഡ്കർ ഉപേക്ഷിച്ച്, മണ്ഡരാത്ത ഹുവ. ക്യാ ഹെ മണ്ഡരാന, മണ്ഡരാന വട്ടമിട്ട് പറക്കുക. മണ്ഡരാന എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്, വട്ടമിട്ട് പറക്കുക, ചുറ്റി കറങ്ങി പറന്നു വരും അല്ലേ. ഇപ്പം നമ്മൾ ചില പക്ഷികൾ കണ്ടിട്ടില്ല ഇങ്ങനെ വട്ടമിട്ട് പറന്നു വരുന്നത്. ഓക്കെ, അപ്പോൾ മണ്ഡരാത്ത ഹുവ വട്ടമിട്ട് പറന്നുകൊണ്ട്, നീച്ചേ ഉത്തർത്ത താഴെ ഇറങ്ങി. ആര്, ഓ പക്ഷി, നൗജവാൻ പക്ഷിയാണ് കേട്ടോ. നൗജവാൻ പക്ഷി ഊഞ്ചായും കൊ ചോഡ്കർ എന്തുപേക്ഷിച്ചു, ഉയരങ്ങളെല്ലാം ഉപേക്ഷിച്ച്, മണ്ഡരാത്ത ഹുവ വട്ടമിട്ട് പറന്നുകൊണ്ട്, നീച്ചേ ഉത്തർത്ത താഴെ ഇറങ്ങി. ഓർ പേട് കി എക് ഡാൽ പർ ബൈഠ് ഗയ, എന്നിട്ടോ പേട് കി എക് ഡാൽ പർ മരത്തിൻ്റെ എക് ഡാൽ, എന്താണ് ഡാൽ എന്ന വാക്കിൻ്റെ അർത്ഥം, ഡാൽ ചില്ലകൾ. ഡാൽ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്, ചില്ലകൾ. പേട് കി എക് ഡാൽ പർ ബൈഠ് ഗയ എന്നല്ലോ, മരത്തിൻ്റെ ഒരു ചില്ലയിലിരുന്നു. ആര്, നൗജവാൻ പക്ഷിയിരുന്നു. നോക്കൂ, ദോനോ കാ സൗദാ ഹോ ഗയ, രണ്ട് പേരും തമ്മിൽ സൗദാ ഹോ ഗയ. എന്താ സൗദ എന്ന വാക്കിൻ്റെ അർത്ഥം, സൗദ കച്ചവടം, സൗദ കച്ചവടം. ദോനോ കാ സൗദാ ഹോ ഗയ, രണ്ട് പേരും തമ്മിൽ ഒരു കച്ചവടമായി. എന്താണ് ആ കച്ചവടം, സൗദാ ഹോ ഗയ, തൈ ഹോ ഗയ, തൈ ഹോന തീരുമാനമാവുക, തൈ ഹോന തീരുമാനമായി. അപ്പിനി ചോഞ്ചോൻസെ, എന്താണ് അപ്പിനി ചോഞ്ചോൻസെ, തൻ്റെ ചോഞ്ച്, എന്താ ചോഞ്ച്, ചുണ്ടുകൾ, ചോഞ്ച് ചുണ്ടുകൾ. അപ്പിനി ചോഞ്ചോൻസെ, തൻ്റെ ചുണ്ടുകളിൽ നിന്നും, ഏക്ക് പർ ഗീക്കോ ഗീഞ്ച്കർ, എന്താണ് പർ എന്ന വാക്കിൻ്റെ അർത്ഥം, പർ ചിറക്, പർ എന്ന വാക്കിൻ്റെ അർത്ഥമാണ് ചിറക്. ഏക്ക് പർ ഗീഞ്ച്കർ എന്ന് പറഞ്ഞാലോ, ഒരു ചിറക് ഗീഞ്ചിന വലിച്ചെടുത്ത്, തോടിനേമേ, തോടിന പൊട്ടിക്കുക. എവിടുന്നാണ്, തൻ്റെ ശരീരത്തിലെ ഏക് പർ ഒരു ചിറക്, തോഡ്കർ പൊട്ടിച്ചെടുത്ത്, ഉസേ തക്ലീഫ് ഹോത്തി ഹേ അവന് വേദനയുണ്ട്. ആർക്ക്, നൗജവാൻ പക്ഷി എന്ത് ചെയ്യാണ്, അപ്നെ ശരീർ സേ തൻ്റെ ശരീരത്തിൽ നിന്നും ഏക് പർ ഗീഞ്ച് കർ തോട് ദേത്താ ഹേ ഒരു ചിറക് പറിച്ചെടുക്കുകയാണ്, തോട് ദേത്താ ഹേ പൊട്ടിച്ചെടുക്കുകയാണ്. ഉസേ തക്ലീഫ് ഹോത്താ ഹേ വേദന ഉണ്ടാവും അല്ലേ. നമ്മുടെ ശരീരത്തിൽ നിന്നും ഒരു രോമം പറിച്ചെടുക്കുമ്പോൾ ഒരുപാട് വേദന ഉണ്ടാവില്ലേ, അതിലും വേദന ഉണ്ടാവും. എക് പർ ഗീഞ്ച്നേമേ ഒരു ചിറക് വലിച്ചെടുക്കുമ്പോൾ. ലേക്കിൻ എന്നാലോ, ഉസേ വ ബർദഷ് കർ ലേത്താ ഹേ അവൻ അതെന്ത് ചെയ്യുന്നു, ബർദസ് കർദേന. എന്താ ബർദസ് എന്നാൽ ബർദാഷ്ത് സഹിച്ചു, ബർദാഷ്ത് സഹിച്ചു, ബർദാഷ്ത് കർണ സഹിച്ചു. ആര് സഹിച്ചു, നൗജവാൻ പക്ഷി സഹിച്ചു. എന്താ സഹിക്കാൻ കാരണം, അതിന് പകരം 2 ദീമക്കുകളാണ് കിട്ടുന്നത്, നല്ല സ്വാദുള്ള ദീമക്കുകൾ. അതിനു വേണ്ടി അവൻ എന്ത് ചെയ്തു, ബർദാഷ്ത് കർദേത്താ ഹേ. എന്താ ബർദസ് കർണ സഹിക്കുക. എന്താണ് സഹിക്കുക, ദീമക്ക് വേണ്ടിയിട്ട് തൻ്റെ ചിറക് പറിച്ചെടുക്കുന്നത് എന്ത് ചെയ്തു, അവൻ സഹിച്ചു. മുഹ്മേ അവൻ്റെ വായിൽ, ബഡേ സ്വാദ് കെ സാത്ത് വളരെ സ്വാദോടുകൂടി, ബഡേ സ്വാദ് കെ സാത്ത് വളരെ സ്വാദോടുകൂടി, ദോ ദീമക്കേം ദബാക്കർ, ദോ ദീമക്കേം 2 ദീമക്കൾ, ദബാന ദബാന അമർത്തി പിടിക്കുക, ദബാന അമർത്തി പിടിക്കുക. എവിടെയാണ്, അപ്പനെ മുഹ്മേ തൻ്റെ വായിൽ, ദോ ദീമക്കേം 2 ദീമക്കുകൾ, ബഡേ സ്വാദ് സേ വളരെ സ്വാദോടുകൂടി, ദബാക്കർ അമർത്തി വെച്ചിട്ട്, വോ പക്ഷി ആ പക്ഷി എന്ത് ചെയ്തു, ഫുർസെ ഉടുകയ. എന്താ ഫുർസെ ഉഡ്ജാന, ഫുർസെ ഉഡ്ന ചിറകടിച്ച് പറക്കുക, ഫുർസെ ഉഡ്ന ചിറകടിച്ച് പറന്നു. ആര്, നമ്മുടെ പക്ഷി ചിറകടിച്ച് പറന്നു. ഫുർസെ ഉഡ്ജാത്താ ഹെ എന്ത് ചെയ്യുന്നു, ചിറകടിച്ച് പറന്നു അല്ലേ. അപ്പോൾ നമ്മുടെ പക്ഷിയും ഗാഡിവാലയും തമ്മിൽ എന്താണ് കരാറുണ്ടായത്, ചിറകുകൾക്ക് പകരം
ചിതലുകൾ കൊടുക്കാനുള്ള കരാറുണ്ടായി അല്ലേ. അപ്പോൾ സ്വാഭാവികമായ ആഹാരമൊക്കെ വിട്ട് നമ്മുടെ നൗജവാനായ പക്ഷി എന്ത് ചെയ്തിരുന്നു, താഴെ ഇറങ്ങി വന്നിട്ട് ഗാഡി വാലയിൽ നിന്നും എന്ത് ചെയ്യാണ്, ആ ദീമക്കുകൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. अब उस पक्षी को गाड़ी वाले से 2 दीमकें खरीदने से एक पर देने में बड़ी आसानी मालूम हुई. अब उस पक्षी को, ഇപ്പോൾ ആ പക്ഷിക്ക് ഗാഡി വാലേസെ വണ്ടിക്കാരിൽ നിന്നും 2 ദീമക്കേം ഖരീദിനെ 2 ദീമക്കുകൾ 2 ചിതലുകൾ വാങ്ങുന്നതും ഏക് പർ ദേനേമേ വേദനയോടുകൂടിയുള്ള ഒരു ചിറക് പറിച്ചു കൊടുക്കുന്നതിലും ബടി ആസാനി മാലും ഹുയി വളരെ എളുപ്പം തോന്നി. ആദ്യമൊക്കെ വേദന തോന്നിയെങ്കിലും ദീമക്കുകളുടെ സ്വാദ് കൂടി ആയപ്പോൾ എന്ത് ചെയ്തു, പക്ഷെ ബടി ആസാനി ഹുയി വളരെ എളുപ്പമായി തോന്നി. വ റോസ് അവൻ എല്ലാ ദിവസവും തീസരേ പഹർ 3-ാം യാമത്തിൽ നീച്ചെ ഉത്തര താഴെ ഇറങ്ങി ഓർ ഗാഡി വാലേക്കോ എന്നിട്ടോ ഗാഡി വാലേക്കോ വണ്ടിക്കാരന് പങ്ക് ദേക്കർ ചിറക് നൽകി, ചിറക് നൽകിയിട്ട് 2 ദീമക്കേം ഖരീദിലെത്ത 2 ദീമക്കുകൾ വാങ്ങിച്ചു കൊണ്ടിരുന്നു. എല്ലാ 3-ാം യാമത്തിലും പക്ഷി എന്ത് ചെയ്യും, താഴെ ഇറങ്ങും. എന്നിട്ടോ ഗാഡി വാലേക്കൊക്കെ പങ്ക് ദേക്കർ വണ്ടിക്കാരൻ എന്ത് ചെയ്തു, പങ്ക് ഒരു ചിറക് കൊടുക്കുകയും ഓർ ദീമക്കേം ഖരീദ എന്നിട്ടോ ദീമക്കുകൾ വാങ്ങിക്കുകയും ചെയ്തു. ഇവിടെ സൈഡിലുള്ള ചോദ്യം നോക്കൂ. പക്ഷി അപ്പനെ പങ്ക് ദേക്കർ ദീമക് ലേത്താ ഹെ. പക്ഷി തൻ്റെ പങ്ക് ചിറകുകൾ കൊടുത്തിട്ട് ദീമക് ലേത്താ ഹെ എന്ത് ചെയ്യുന്നു, ചിതലുകൾ വാങ്ങിക്കുകയാണ് അല്ലേ. യഹാ പക്ഷി കാ കോൺസാ മനോഭാവ് പ്രകട ഹോത്താ ഹെ. ഇവിടെ പക്ഷിയുടെ എന്ത് മനോഭാവമാണ് പ്രകടമാകുന്നത് നോക്കൂ. കോയി മെഹനത്ത് കിയെ ബിന എന്ത് ചെയ്യാതെ, കോയി മെഹനത്ത് ഒരു കഠിനാധ്വാനവും നടത്താതെ ആസാനി സെ മിൽനെ വാലെ എളുപ്പത്തിൽ ലഭിക്കുന്ന ഭോജൻ സെ ഭക്ഷണത്തിലൂടെ സന്തുഷ്ട ഹോനെ കാ മനോഭാവ് ഹേ. എന്താണ്, സന്തുഷ്ടനാകുന്ന മനോഭാവമാണ്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താ എഴുതുക, കോയി മെഹനത്ത് കിയെ ബിന ഒരു കഠിനാധ്വാനവും ഒരു പരിശ്രമവും നടത്താതെ ആസാനി സെ മിൽനെ വാല ഭോജൻ സെ എളുപ്പത്തിൽ ലഭിക്കുന്ന ഭക്ഷണത്തിലൂടെ സന്തുഷ്ടനാകാവുന്ന മനോഭാവമാണ് പ്രകടമാകുന്നത്. അപ്പോൾ നോട്ട്ബുക്കിൽ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതണേ. എങ്ങനെ എഴുതുക, कोई मेहनत किए बिना आसानी से मिलने वाला भोजन से संतुष्ट होने का मनोभाव उनमें है. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എല്ലാവരും നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഇനി എന്ത് സംഭവിച്ചു, പക്ഷിക്ക് എന്നും ഇതേപോലെ ചിതലുകൾ കിട്ടിയോ, ആരെങ്കിലും അത് തടസ്സം ചെയ്യുന്നുണ്ടോ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ഗുഡ് ബൈ.